ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും സമയം കൊടുക്കാൻ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ചില ദൈവദാസന്മാർ ദൈവവചനത്തിലൂടെ നമ്മളോട് ഇന്ന് പകലിൽ സംസാരിക്കും. കർത്താവിൻ്റെ ദാസന്മാർക്ക് ദൈവാത്മാവ് നിയോഗിക്കുന്ന നിലവാരത്തിൽ ശുശ്രൂഷിപ്പാൻ തൻ്റെ ദാസന്മാരെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കട്ടെ. പ്രാരംഭമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ചീരൻ ദൈവവചനത്തിലൂടെ സംസാരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ വൃത്തിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന എല്ലാ വിശ്വാസി കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് ജോസഫ് ചീരൻ. ഞാൻ പഴഞ്ഞി സ്വദേശിയാണ്. നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം. എന്നാൽ കഴിഞ്ഞ 18 വർഷമായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ രാജസ്ഥാനിൽ ഞാൻ ആയിരിക്കുന്നു. ഞാൻ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ കടന്നുപോയി. അവിടെയുള്ള ദൈവദാസന്മാർ ഇങ്ങനെ ചോദിക്കും, വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എവിടെയാണ് വീട് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കുന്നംകുളം പഴഞ്ഞി എന്ന സ്ഥലത്താണ്. ഞാൻ മിക്കവാറും കേട്ടിട്ടുണ്ട്, പലരും എന്നോട് ചോദിക്കും, അവിടെ ഒരു ചുമ്മാരുപദേശി അറിയും. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവിടെയുള്ള ഈ ദൈവദാസൻ, നമ്മുടെ പാപ്പൻ, ഒരുവിധം എല്ലാവർക്കും അറിയാം. പഴഞ്ഞി എന്ന് കേൾക്കുമ്പോൾ അവർ പറയുന്നത് ഈ ദൈവദാസൻ്റെ പേരാണ്. കഴിഞ്ഞ നാളുകളൊക്കെയും ഈ ദേശത്ത് കർത്താവിന് വേണ്ടി വളരെയധികം അധ്വാനിച്ച ആ ദൈവദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ വളരെയധികം സന്തോഷം എനിക്കുണ്ടായി. കാരണം ഇത്രയും ദൈവമക്കളെ ഒരുമിച്ച് കാണുവാനും ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം എൻ്റെയും ജീവിതത്തിൽ ഒരുക്കി തന്ന ആ വൻ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ നടന്ന കൺവെൻഷൻ വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ വചനം വളരെ ശക്തമായി ദേശത്തോട് വിളിച്ചറിയിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. പലയിടങ്ങളിലും പല ദേശങ്ങളിലും കൺവെൻഷനുകളും ഇതേപോലെയുള്ളതായ സുവിശേഷീകരണങ്ങളൊക്കെ മറ്റുള്ളവർക്കെല്ലാം അത് മടുപ്പായിരിക്കുമ്പോൾ മറ്റുള്ള സഭകൾക്കൊക്കെയും അത് ഉത്തരവാദിത്വത്തോടുകൂടെ ഏറ്റെടുത്ത്, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, ഒത്തിരി പണമുണ്ടായിട്ട് കൊണ്ട് ഇത് നടത്തുന്നതൊന്നുമല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ ദൈവസഭയ്ക്ക് ആത്മാക്കളെക്കുറിച്ചുള്ള വലിയ ഭാരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഞാനിവിടെ കണ്ടത്. പല ലാംഗ്വേജിലുള്ളതായ ആരാധനകൾ. കർത്താവിൻ്റെ ദാസന്മാരെ അതിനു വേണ്ടി ദൈവം ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഈ ദൈവസഭയിലുള്ള ദൈവദാസന്മാർ, വിശ്വാസികൾ എല്ലാവരെയും കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഞങ്ങൾ ഹിന്ദി ഭാഷക്കാരെ തേടിക്കൊണ്ട് പലയിടങ്ങളിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ മധ്യത്തിലേക്ക് 75 ലക്ഷത്തിൽ പരം ഈ കേരളത്തിൽ ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളെ നിങ്ങളുടെ അടുത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ഈ സഭ അവരെ സ്വീകരിച്ചതിനാൽ, അവർക്ക് വേണ്ടി ഒരു ഇടം കൊടുത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല ആലയങ്ങളും അവർക്ക് കൊടുക്കാതെ കുത്തിയടയ്ക്കപ്പെട്ട്, അല്ലേ, ദൈവസ്നേഹത്തെക്കുറിച്ചൊന്ന് കൊടുക്കുവാൻ കഴിയാതെ അവരായിരിക്കുമ്പോൾ ദൈവസഭ കാണിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 18 വർഷമായി ഞങ്ങൾ രാജസ്ഥാനിൽ ആയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് രാജസ്ഥാനിൽ ബൂന്തി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. രാജസ്ഥാനിൽ 41 ഡിസ്ട്രിക്റ്റുകളുണ്ട്. അവിടെ 44,000 വില്ലേജുകളുണ്ട്. ഇപ്പോഴും യേശുവിനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ച് അറിയാത്ത
ഒത്തിരി ഗ്രാമങ്ങൾ ഇപ്പോഴും രാജസ്ഥാനിലുണ്ട്. ദൈവകൃപയാൽ ദൈവം ഞങ്ങളെ ആ ദേശത്താക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളും ഇവിടെയുള്ള ദൈവസഭയെ ഓർത്തും ദൈവദാസന്മാരെ ഓർത്തും പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകി തരുന്നു. വളരെ നിങ്ങൾക്കെല്ലാം കേട്ടതുപോലെ രാജസ്ഥാനിൽ കഴിഞ്ഞ ഒരു 8 മാസം മുന്നേ ഒരു പുതിയൊരു നിയമം, ആൻറ്റി കൺവെൻഷൻ ലോ അവിടെ കടന്നു വന്നു. അത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ അപേക്ഷിച്ച് വളരെയധികം കഠിനമേറിയ ഒരു ലോ ആണ്, ഒരു നിയമമാണ്. ഏതെങ്കിലും രീതിയിൽ സ്ഥാനീയമാകുന്ന അല്ലെങ്കിൽ ലോക്കൽ ആളുകൾ ആലയത്തിൽ കയറിയിരിക്കുന്നു എന്നവർക്ക് അറിവ് കിട്ടിയാൽ അത് ആരാണ് നേതൃത്വം കൊടുക്കുന്നത്, അവരെ പിടിച്ച് ജയിലിലടയ്ക്കുവാനുള്ള എല്ലാ അധികാരവും ആ നിയമത്തിൽ ഇപ്പോൾ അവർ ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഏത് സ്ഥലത്താണ് ഇത് നടന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങും അവിടെയുള്ളതായ ഭവനമോ എന്തു തന്നെയായാലും ബുൾഡോസർ കൊണ്ടുവന്ന് അത് ഇടിക്കുവാനുള്ള നിയമമുണ്ട്. അതുകൂടാതെ വലിയൊരു എമൗണ്ട് പിഴയായി അടയ്ക്കണം അവിടെ. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിലൊക്കെയാണ് ഞങ്ങളായിരിക്കുന്നത്. അങ്ങനെ ചില നാളുകൾ ആലയം അടച്ചിട്ട് ഞങ്ങൾ ഗൂഗിൾ മീറ്റിലൂടെ ദൈവത്തെ ആരാധിച്ചു. എന്നാൽ ചില ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം പിന്നെയും ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊന്ന് മനസ്സിലാക്കും, ദൈവം അറിയാതെ ഒന്നും കടന്നു വരുന്നില്ല. എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയുവാനുള്ളൂ. സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ദൈവം നമുക്ക് നൽകി തന്നതായ സമയങ്ങൾ, ആരാധനയ്ക്കായിട്ട് ദൈവം നൽകി തന്നതായ സമയങ്ങൾ, ദൈവദാസൻ എന്തു പറയും, ഞാൻ ഇന്ന് കടന്നു വന്നില്ലെങ്കിൽ സഹവിശ്വാസി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ആരും ആലയത്തിലേക്കോ ആരാധനയ്ക്കോ കടന്നു വരരുത്. പക്ഷേ എന്നെ രക്ഷിച്ച ദൈവത്തെ, എന്നെ പാപത്തിൻ്റെ അഗാധയിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ എനിക്ക് ആരാധിക്കണമെന്ന് ഹല്ലേലൂയ ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർ, ഹല്ലേലൂയ, അവർ തീർച്ചയായിട്ടും ഹല്ലേലൂയ സഭായോഗം തുടങ്ങുന്നതിന് മുന്നമേ അവർ ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ ആലയത്തിൽ കടന്നു വരണം. കാരണം പലയിടങ്ങളിലും ആരാധന സ്വാതന്ത്ര്യം അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം വിചാരിക്കും അത് ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നു എന്ന്. പക്ഷേ സമയമധികം വിദൂരമല്ല. ഹല്ലേലൂയ, ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, ഉത്തരവാദിത്വത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, ഞാൻ ദീർഘമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 62-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് ആ വാക്യം വായിക്കുന്നത്. അതിൻ്റെ 7 വാക്യം വായിക്കുന്നു. യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥരായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കരുത്. കർത്താവിൻ്റെ ദാസൻ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം യെശയ്യാവ് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അത് ഇപ്രകാരം കാണുകയാണ്. എന്താണ് കാണുന്നത്? അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കു മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസനെ അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, അവൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. പ്രൈസ് ദി ലോർഡ്. ദർശനം പ്രാപിച്ച ഒരു പൈതലിനെ അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ദർശനമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതുവരെ ദർശനം പ്രാപിച്ചവൻ അവൻ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ ദൈവം നിനക്കൊരു ദർശനം
തന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദർശനം വളരെ വിപരീതമാകുന്ന പരിസ്ഥിതിയിലാണ് ഈ പ്രവാചകൻ കണ്ടത്. കാരണം ഒട്ടും ഹല്ലേലൂയ അനുഭവിക്കുവാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ദൈവം ഈ ദർശനം കൊടുക്കുന്നത്. പ്രവാസത്തിലായിരിക്കുന്നതായ ഒരു ജനത്തെക്കുറിച്ച് പറയുകയാണ്, ഞാൻ അവിടെ മടക്കി വരുത്തും. ഹല്ലേലൂയ. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുകയാണ്, അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജ്യമുടിയുമായിരിക്കും. നിന്നെ ഇനി അസൂഭ തെക്ത എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്തെ ശെമേമ ശൂന്യമെന്ന് പറയുകയില്ല, നിനക്ക് ഹെപ്സിബ എന്ന് പേര് ആകും. ഹല്ലേലൂയ. ശൂന്യമെന്നാണ് വിളിച്ചിരുന്നത്. ഹല്ലേലൂയ. ശൂന്യമാണ്, തെക്ത എന്നാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദാസനോട് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇനി നിന്നെ തെക്ത എന്ന് വിളിക്കുകയില്ല, ശൂന്യമെന്ന് വിളിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിനക്കൊരു പുതിയ പേര് നൽകി തരുമെന്നാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ശൂന്യമാക്കപ്പെട്ട അവസ്ഥയിൽ ഇനി എനിക്കൊരു തിരിച്ചു വരവ് ഇല്ല എന്ന് ശത്രുവായവൻ കൂടെ കൂടെ നിന്റെ ചെവിയിൽ പറയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ ഇനി തെക്ത എന്ന് വിളിക്കുകയില്ല, ശൂന്യമെന്ന് വിളിക്കത്തില്ല. യഹോവ നിനക്കൊരു പേര് നൽകി തരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവസാനം ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഹല്ലേലൂയ. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനത്തോ ആക്കുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവനെ സ്വസ്ഥത കൊടുക്കരുത്. പ്രൈസ്. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം എന്താ? ഹല്ലേലൂയ. സമയം കിട്ടുമ്പോൾ പോകുക. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യമുണ്ടെങ്കിൽ പോകുക. ഹല്ലേലൂയ. ഇതല്ല. ഹല്ലേലൂയ. അവരെവിടെ എഴുതിയിരിക്കുന്നത്? രാവോ പകലോ എന്തെന്നറിയാതെ അവൻ നിലവിളിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ അകത്ത് സ്വസ്ഥതയില്ല എങ്കിൽ നിനക്ക് ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അങ്ങനെയല്ല, ദൈവത്തിൽ നിന്നുള്ളതായ ഹല്ലേലൂയ ആ ഉത്തരവാദിത്വം നമ്മളിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അവനെ സ്വസ്ഥത കൊടുക്കരുത്. നമ്മുടെ പ്രാർത്ഥനകൾ ആർക്ക് സ്വസ്ഥത കൊടുക്കരുത്? ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. ഞാൻ രാവോ പകലോ എന്തെന്നറിയാതെ ഞാൻ ദൈവസന്നിധാനത്തിൽ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൈവദാസന്മാരോട് കൂടെ ചേർന്ന് ഹല്ലേലൂയ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് നമ്മൾ ആലാവോളം ഹല്ലേലൂയ നമുക്ക് പ്രവർത്തിക്കാം. അനേക ജീവിതങ്ങൾ നാശത്തിൻ്റെ ഹല്ലേലൂയ വക്കിൽ ഹല്ലേലൂയ പലരും വീണ് കിടക്കുകയാണ്. നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഹല്ലേലൂയ. അവരെയും നിത്യമാകുന്ന സന്തോഷത്തിലേക്ക് കൊണ്ടുവരേണ്ടേ? ഹല്ലേലൂയ. സ്വസ്ഥതയെടുക്കാതെ, അവന് സ്വസ്ഥത കൊടുക്കാതെ ദൈവസന്നിധാനത്തിങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു പി ജോൺ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സഭായോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെന്നി പാസ്റ്റർ, മറ്റ് വിശിഷ്ട ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 20 വർഷത്തോളം ഞാൻ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ IEM എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജുണ്ട്. അവിടെ അധ്യാപകനായിട്ടാണ് ഞാനവിടെ പോയത്. 6 വർഷത്തോളം ഞാനവിടെ പഠിപ്പിച്ചിരുന്നു. അന്ന് അവിടെ പഠിപ്പിക്കുന്ന വേളയിൽ അവിടെ സ്ഥിര സാന്നിധ്യമായിരുന്ന 2 പേർ ഇന്ന് ഈ മീറ്റിങ്ങിലുണ്ട്. ബഹുമാനപ്പെട്ട എബി എബ്രഹാം പാസ്റ്ററും അതുപോലെ നമ്മുടെ പ്രിയ ഗായകൻ ജെയ്സൺ ബ്രദറും. ഞാനിവിടെ അധ്യാപകനായിരിക്കുന്ന വേളയിൽ അവിടെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. ആ പ്രോഗ്രാമിലെ സ്ഥിരം അധ്യാപകനായിരുന്നു പാസ്റ്റർ എബി എബ്രഹാം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം 5 ദിവസം കണ്ടിന്യൂസ് ബൈബിൾ ക്ലാസ് എടുത്തതൊക്കെ
ബൈബിൾ പോലും തുറക്കാതെ നിന്ന് ക്ലാസ് എടുക്കുന്നത് കണ്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. ഈ ദേവദാസന്മാരുടെ കൂടെ ഇന്ന് പകൽക്കാലം ഈ വേദി പങ്കിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പാസ്റ്റർ വിജോഷ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 4 വർഷത്തോളം പഠിച്ചു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഏതാണ്ട് 1 വർഷത്തോളം അല്ലെങ്കിൽ ചില മാസങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു അവസരത്തിൽ ഈ കർത്താവിൻ്റെ ദാസന്മാരോടൊത്ത് ഇവിടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഞാനിങ്ങനെ ഈ കുന്നംകുളത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ വരുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. ദൈവവചനത്തിൽ കാണുന്നത് പോലെ ആത്മാവ് കാറ്റ് പോലെയാകുന്നു, എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അറിയുന്നില്ല. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. തുറന്നുള്ള ചുരുക്കം ചില മിനിറ്റുകൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ച് ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സംസാരിച്ച് ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം. മതി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ചില വർഷങ്ങൾ ഒരു ബൈബിൾ കോളേജിലെ അധ്യാപകനായിരുന്നു. എന്നാൽ പിന്നീട് എൻ്റെ സ്ഥിരം ശുശ്രൂഷ അല്ലെങ്കിൽ മിനിസ്ട്രി എന്ന് പറയുന്നത് തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ച് പറയുന്ന പരസ്യയോഗ ശുശ്രൂഷകളായിരുന്നു. ചില വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ടീമായിട്ടത് കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും കടന്നുപോയി ഞങ്ങൾക്ക് പ്രവർത്തിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന വേളയിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അത് പാപമാണ്. ആ പാപത്തിൽ നിന്നുള്ള വിമോചനം, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മനുഷ്യനെ, മാനവരാശിയെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള ഒരു വിഷയമാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഊന്നി സംസാരിക്കാറുള്ളത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമല്ല, നമ്മുടെ സഭയ്ക്കകത്തും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ശക്തമായി പ്രഘോഷിക്കപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ വീണ്ടും ജനനത്തിന് അനുഭവം പ്രാപിച്ച് യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ച അനേകരുടെ മക്കൾ, അവർക്ക് ദൈവത്തെ അറിയാം, ദൈവം വിടുവിക്കുമെന്നും ദൈവം സൗഖ്യമാക്കുമെന്നും ദൈവം പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകുമെന്നും പണം നൽകുമെന്നും അല്ലെങ്കിൽ സാമ്പത്തികമായ ഭൗതികമായിട്ടുള്ള വഴികൾ തുറന്ന് അനുഗ്രഹിക്കുമെന്നൊക്കെ അറിയാം. പക്ഷേ വീണ്ടും ജനനത്തിന് അനുഭവം പലപ്പോഴും പ്രാപിക്കാതിരിക്കുന്ന തലമുറകൾ നമ്മുടെ സഭകളിലൊക്കെയുണ്ട്, വ്യക്തികളുണ്ട്. ആത്മാവിനാൽ ചലിക്കപ്പെടാതെ, ആത്മസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന പലരും നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ആരാധിക്കുവാനായിട്ടാണ്, അവനെ സെർവ് ചെയ്യുവാൻ, അവനെ സേവിക്കുവാൻ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, അവൻ നമ്മെക്കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിൻ്റെ നിവർത്തീകരണം അല്ലെങ്കിൽ പൂർത്തീകരണം സംഭവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ നമ്മെ വിളിച്ചത്. അങ്ങനെയെങ്കിൽ ഈ സമയം നാം നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടുന്ന സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം 100% അതിൻ്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ ആയി തീർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നിറവേറ്റപ്പെടുന്നുണ്ടോ? അങ്ങനെ നിറവേറ്റപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്, നമുക്ക് ആനന്ദമുണ്ടാകുന്നത്. വീണ്ടും നമ്മളിവിടെ വായിക്കുന്നുണ്ട് അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. വീണ്ടും അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. 18-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. 25-ാമത്തെ വാക്യത്തിൽ, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക.
പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഈ സ്വാതന്ത്ര്യം നാം അനുഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ സന്തോഷം നാം അനുഭവിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച ഓരോ വ്യക്തികളും ഈ സന്തോഷത്തിൽ അല്ലെങ്കിൽ ഈ ശക്തിയിൽ നടക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ നടക്കണമെങ്കിൽ 2 കാലുകൾ വേണം. നടന്നെങ്കിൽ ആ കാലുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ കാലുകൾ കൊണ്ട് നടക്കുമ്പോഴാണ് അവന് പ്രയോജനകരമായി തീരുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുമ്പോൾ, അതിനെ പ്രയോഗിക്കുമ്പോൾ, കൃപാവരങ്ങളാൽ ജ്വലിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുമ്പോൾ, ആരാധനയിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ച് വരുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് നമ്മെ വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ ദാവീദ് എന്ന് പറയുന്ന രാജാവ് പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തു. അവിടെ ഇങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ശക്തിയോടെ നൃത്തം ചെയ്തു, അവൻ ശക്തിയോടെ കുതിച്ച് ചാടി നൃത്തം ചെയ്തു എന്ന് 3 പ്രാവശ്യം അവിടെ എഴുതിയിരിക്കുന്നു. എന്താ കാരണമെന്നറിയാമോ? ഈ ആത്മാവിലുള്ള സ്വാതന്ത്ര്യം താൻ അനുഭവിച്ചു. ഈ ആത്മാവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഉച്ചത്തിൽ കർത്താവിന് സ്തോത്രം പറയാൻ കഴിയും, അവനെ ആരാധിക്കുവാൻ കഴിയും, അവന് വേണ്ടി പരസ്യമായി അവനെ പ്രഘോഷിക്കുവാൻ കഴിയും. ലജ്ജയില്ലാതെ അവൻ്റെ സുവിശേഷം വിളിച്ചു പറയുവാനുള്ള ശക്തി ഉണ്ടാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കിതുപോലെ ഈ ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേണ്ടുമണ്ണം ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനെ സാക്ഷിയായി നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥകളുണ്ടെങ്കിൽ, ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എനിക്ക് ശക്തി തരണം, നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവമേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ അലങ്കരിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അനേകം പ്രാവശ്യം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ദയ ഓരോ ദിവസവും പുതിയതാകുന്നു. ഈ പകലിലും അവൻ്റെ ദയ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ഈ പ്രഭാതം നമുക്ക് കാണുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ദൈവത്തിന് നമ്മിൽ ഇനിയും പ്രതീക്ഷയുണ്ട്. കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നമ്മെ ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പകലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ എന്നെ ശക്തീകരിക്കണം. കഴിഞ്ഞകാല പരാജയങ്ങൾ അതൊരു പഴങ്കഥയായി മാറും. കഴിഞ്ഞകാല വീഴ്ചകൾ മാറി ഇനി ജയത്തോടെ നടക്കുവാൻ, ആത്മാവിൽ നടക്കുവാൻ, അഭിഷേകത്താലുള്ള ആ ശക്തിയോടെ നടക്കുവാൻ ഇടയായിത്തീരും. ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങനെ ആരെങ്കിലും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കും. നമ്മുടെ പരാജയങ്ങൾ മാറും, നമ്മുടെ വീഴ്ചകളെല്ലാം മാറും. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അതുവഴി ഇടയായിത്തീരും. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിച്ചിട്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. ഉറച്ചു നിൽക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വീഴാനുള്ള സാധ്യത പിന്നെയുമുണ്ട്. വി ആർ ബീങ് ടെംപ്റ്റഡ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പ്രലോഭിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏത് സമയവും വീഴാനുള്ള സാധ്യതയുണ്ട്. എത്ര ശക്തനായ വ്യക്തിയാണെന്ന് പറഞ്ഞാലും വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയത്തോടെ വിറയലോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ CD ബോബി. നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും, ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. സദ്വാർത്ത മഹോത്സവത്തോടുള്ള ബന്ധത്തിൽ നടന്ന സംയുക്ത ആരാധനയോടുള്ള കൂടെ ഇന്ന് പകൽ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ
കർത്താവ് നൽകി തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അല്പസമയം ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ദൈവമുഖത്തേക്കൊന്ന് തിരിക്കാം. നാം സദ്വാർത്ത മഹോത്സവത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ പരസ്യ പ്രചാരണത്തിന് ഒരു നോട്ടീസ് അടിച്ചിരിക്കുന്നു. അതിൻ്റെ ശീർഷകത്തിൽ ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം അതിൻ്റെ ശീർഷകത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്തോത്രം. ഒരു വ്യക്തിയെ തങ്ങളുടേതായിട്ടുള്ള ഈ ലോക ജീവിതത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുവാൻ കഴിയുന്നത് സത്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായിട്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്നിൽ വിശ്വസിച്ച് തന്നെ അനുഗമിക്കുന്ന വ്യക്തികളോടാണ് കർത്താവ് ഈ വാചകം അവിടെ ചൊല്ലിക്കൊടുത്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്, കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് അനേക വ്യക്തികൾ കർത്താവിനെ അനുഗമിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ അവിടെ ആലയിൽ കാണുവാനായിട്ട് കഴിയും. അനേകർ കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവിൻ. തന്നെ അനുഗമിക്കുന്നവരോട് പറഞ്ഞ വാക്കാം. അപ്പോൾ അനുഭവിക്കുന്ന ഈ വ്യക്തികൾക്ക് ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. അവർ തിരിച്ച് കർത്താവിനോട് ചോദിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കണം. അതേപോലെ തന്നെയാണ് ഇവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. തന്നെ വിശ്വസിച്ച യഹൂദന്മാരോടാണ് കർത്താവ് പറയുന്നത്. ഇന്ന് കർത്താവിനെ വിശ്വസിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ ലോകത്തിൻ്റെ പരപ്പുകളിലുണ്ട്. എന്നാൽ വാസ്തവമായിട്ടുള്ള സത്യം എന്താണെന്ന് അറിയുവാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആ സത്യം അറിഞ്ഞെങ്കിൽ മാത്രമേ അവർ ഈ ലോകത്തിൻ്റെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയുള്ളൂ എന്നുള്ള ഒരു വ്യക്തമായ ദൈവിക ദൂതാണ് കർത്താവ് അവർക്ക് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സത്യമെന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരമാണ് കർത്താവിൻ്റെ ദാസനിൽ കൂടെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരായിരിക്കും. അപ്പോൾ സത്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യമെന്ന് എങ്ങനെയാണ് നമ്മൾക്ക് ഹല്ലേലൂയ അതിനെ പിൻപറ്റുവാൻ, ആ കർത്താവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് അനേകർക്കും കഴിയാതെ അനേകരും കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അസത്യത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് എവിടെയാണ് രക്ഷ ലഭിക്കുക, എവിടെയാണ് മോചനം ലഭിക്കുക എന്ന് ഓടിക്കൊണ്ടിരിക്കുകയും അതേ സമയം കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളോടാണ് പറയുന്നത്, നിങ്ങൾ സത്യം അറിയണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിപൂർണമായി നിങ്ങൾ അറിയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് മോചനം ലഭിക്കും. നിങ്ങൾ നിത്യജീവനിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുമെന്നാണ് ആ വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. എങ്ങനെയാണ് ഈ സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക? സങ്കീർത്തനക്കാരൻ 2:12 പറയുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏത് സമയത്തും ഈ ജീവിതയാത്രയിൽ നശിച്ചു പോകുവാൻ ഇടയുണ്ട്. ദൈവകോപം നമ്മിലേക്ക് കടന്നു വരുവാൻ ഇടയുണ്ട്. അങ്ങനെ കടന്നു വന്ന് നാം നശിച്ചു പോകാതെ ഇരിപ്പാൻ ഏക മാർഗം ക്രിസ്തുവാകുന്ന പുത്രനെ ചുംബിച്ച് അവൻ്റെ വിധികളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ദൈവവചന പ്രകാരം നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ, സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ്റെ സുവിശേഷം 2 ഹല്ലേലൂയ
നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-4 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ സത്യമാകുന്ന ക്രിസ്തുവെ ഹല്ലേലൂയ പ്രാപിക്കുവാൻ കഴിയുക? എങ്ങനെയാണ് ആ നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുക എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 2:4 അവനെ അറിഞ്ഞിരിക്കുന്നെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ. അനേകർ കർത്താവിനെ അറിയാം, കർത്താവിൻ്റെ പ്രവർത്തികളെ അറിയാം, കർത്താവ് ആരാണെന്ന് അറിയാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരേലോ കർത്താവിൻ്റെ മുഖത്തേക്ക് അനേകർ നോക്കുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചെങ്കിൽ മാത്രമേ ആ നിത്യമായ സ്വാതന്ത്ര്യം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തി ജീവിതങ്ങളുള്ള ബന്ധത്തിലാണ് യോഹന്നാനായ അപ്പോസ്തലൻ പറയുന്നത്, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ. വേറെ ഭാഗത്ത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, കള്ളന്മാരും പിടിച്ചുപറിക്കാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നാം കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നാം കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് പറയുന്നത്, സത്യം നിങ്ങൾ അറിയണം. എന്താണ് സത്യം? ഹല്ലേലൂയ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കടന്നു വരികയും ഹല്ലേലൂയ കാൽവറിയിൽ അതേ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്ന് നിങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ച് സ്വർഗത്തിൽ കരകയറി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടി അഭയാചന കഴിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, ആ കർത്താവിൻ്റെ കൽപ്പനകൾ ആരെങ്കിലും അനുസരിക്കാത്തവരുണ്ടെങ്കിൽ, നാം കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ഹല്ലേലൂയ സ്വതന്ത്രരാവുകയില്ല. ഹല്ലേലൂയ, അവരും പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. എങ്കിലും അവരെ കർത്താവിൻ്റെ കൽപ്പന ആരനുസരിക്കുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവരാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ ഒരു വാക്കും കൂടെ നമുക്ക് വായിക്കാം. എന്താ കൽപ്പന? മുഖ്യ കൽപ്പന, കർത്താവിൻ്റെ മുഖ്യ കൽപ്പന. മത്തായിയുടെ സുവിശേഷം 18-19 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനടുത്ത് ചെന്ന് അവരോട്, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗത്തിൽ സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൽപ്പിക്കുകയും ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതിമഹത്തായ വാഗ്ദത്തം, അതിമഹത്തായ കൽപ്പന, അത് കർത്താവ് നമ്മോട് വിളിച്ച് പറഞ്ഞതാ, വേറെ ആരും പറഞ്ഞല്ല. ഹല്ലേലൂയ, കർത്താവിനെ വിശ്വസിക്കുന്ന ഹല്ലേലൂയ യഹൂദന്മാരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ ഹല്ലേലൂയ വിളിച്ച്, നിൻ്റെ നാമത്തിൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തികൾ ചെയ്തു എന്ന് ആ നാളിൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് തിരിഞ്ഞു പറയുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് മാറിപ്പോകുകയും. എന്താണ് അധർമ്മം? അവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടില്ല. മറ്റെല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും, കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, കർത്താവിൻ്റെ നാമത്തിൽ പല അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവിടത്തോളം കാലം അവൻ നിത്യമായ അടിമത്തത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ആ അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കർത്താവ് തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സത്യത്തിലെ സ്വതന്ത്രരാക്കി ആ സത്യത്തെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മൈക്കിൻ്റെ പരിധിയിൽ ആരെങ്കിലും ഈ സത്യമറിഞ്ഞ് സത്യത്തെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം ദൈവസന്നിധാനത്തിൽ അവർ തങ്ങളുടെ മുഴങ്ങാൽ മടക്കട്ടെ. അവർ ഇതിലെ ഹല്ലേലൂയ വ്യക്തമായ ദൈവിക ദൂതാണ്.
ഹല്ലേലൂയ, നിങ്ങൾ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാതിരിപ്പാൻ ആ പുത്രനെ ചുംബിപ്പിൻ. ആ പുത്രനെ ചുംബിച്ചുകൊണ്ട് തുടർന്നുള്ള ഹല്ലേലൂയ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.